ഹായ് ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ഇന്ന് ആമിയുടെ ബർത്ത്ഡേ ആണ്. ആമിയായിരുന്നു വെച്ചാൽ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും ബ്രദറുമായ അമലിൻ്റെ ഗേൾ ഫ്രണ്ടാണ്. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല അമൽ ഇന്ന് ഞങ്ങളോട് പറഞ്ഞത്. പാവപ്പെട്ട കുറച്ച് അമ്മമാരോട് കൂടെ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനും കൂടെ വേണ്ടിയാണ് ഞാനും വിഷ്ണുവിനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബർത്ത്ഡേ അല്ലേ, കേക്കും പൊട്ടാനാണല്ലോ. അതുകൊണ്ട് തന്നെ കേക്കുമായി ഞാനും വിഷ്ണു അവിടെ എത്തി. കേക്ക് അവിടുത്തെ സിസ്റ്ററെ ഏൽപ്പിച്ച് ഞങ്ങൾ നേരെ വിട്ടു ഫുഡ് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പറന്നു പോയെങ്കിലും അവിടെ എത്തിയപ്പോൾ ഇത്തിരി ലേറ്റായി. ഫുഡൊക്കെ അവിടുത്തെ ഭായിമാരെടുത്ത് ഓട്ടോയിൽ കയറ്റി തന്നു. ഓൾറെഡി ടൈം ലേറ്റായി. ഓട്ടോ ചേട്ടനാണെങ്കിൽ ആരെയോ കൂളി നിന്നു. അതാണ് വിഷ്ണു ഇങ്ങനെ നോക്കുന്നത്. അവിടുത്തെ അമ്മമാർക്ക് കൃത്യസമയത്ത് ഫുഡ് എത്തിക്കേണ്ട ടെൻഷനാണ് ഞങ്ങൾക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഓട്ടോ ചേട്ടൻ കറക്റ്റ് സമയത്ത് തന്നെ ഫുഡ് അവിടെ എത്തിച്ചു തന്നു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ആക്കിയപ്പോഴേക്കും ആമലും ആമി എത്തി. ആമിക്കറിയില്ല എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. കുറച്ച് ക്യാഷ് ഡൊണേറ്റ് ചെയ്യാനാണെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ അമ്മമാരോട് കൂടെ കേക്ക് മുറിക്കുന്നും ഫുഡ് കൊടുക്കാനും ആണെന്നും ഒന്നും ആമിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആൾ സർപ്രൈസായി. ആദ്യമൊക്കെ നല്ല ചിരിയും കളിയായിരുന്നു, പിന്നെ കയ്യിൽ നിന്ന് പോയി. അവർക്ക് മാത്രമല്ല ഗൈസ്, ഞങ്ങൾക്കും. അത് സർപ്രൈസ് ആയതുകൊണ്ട് മാത്രമല്ല ഗൈസ്, അവിടുത്തെ അമ്മമാരുടെ മുഖം കണ്ടിട്ടാണ് ആർക്കായാലും സങ്കടം വരും. പിന്നെ ആ അമ്മമാരുടെയും സിസ്റ്റർമാരുടെയും മുമ്പിൽ നിന്ന് കേക്ക് മുറിച്ച് ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ച്. അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. എന്തൊക്കെ പറഞ്ഞാലും ഈ അമ്മമാരുടെ മക്കളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആ പാവപ്പെട്ട അമ്മമാരെ നിങ്ങൾ അവിടെ കൊണ്ടാക്കിയില്ലേ, അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞങ്ങൾക്ക് തന്നെ അവരുടെ മുഖം കണ്ടിട്ട് എന്തോ പോലെ. അപ്പോൾ നിങ്ങളെയൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. അത് കഴിഞ്ഞ് ആമിക്ക് അമലൊരു ഗിഫ്റ്റ് കൊടുത്തു. അത് ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഗൈസ്. അമലിൻ്റെയും ആമിയുടെയും ഒരു ഡ്രോയിങ്. അത് വിഷ്ണുവിൻ്റെ അനിയത്തി വരച്ചതാ. എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയല്ലേ? അത് അവിടുത്തെ അമ്മമാരെയും കാണിച്ച് ആ അമ്മമാരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ ഫുഡും കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി.